നമസ്കാരം. കുറച്ചു നാളായി കൊച്ചി മെട്രോയിലേക്ക് ബയോഡാറ്റകളുടെ പ്രവാഹമാണ്. സാധാരണ ജോലിക്ക് വേണ്ടിയാണ് ബയോഡാറ്റകൾ എത്താറുള്ളതെങ്കിലും ഇത് പക്ഷേ അതിനല്ല, അഭിനയിക്കാൻ ഒരവസരം തരുമോ എന്ന് ചോദിച്ചാണ് കൊച്ചി മെട്രോയിലേക്ക് അപേക്ഷകൾ എത്തുന്നത്. അതും ഫോട്ടോയുൾപ്പെടെ. കാര്യങ്ങൾ ഒന്നുകൂടി കൺഫ്യൂഷനായില്ലേ? സംഭവം പക്ഷേ സിമ്പിളാണ്. കൊച്ചി മെട്രോയുടെ റീൽസിലേക്ക് അവസരം ചോദിച്ചാണ് ഇത്രത്തോളം അപേക്ഷകൾ അധികൃതരെ തേടിയെത്തുന്നത്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2023-ൽ കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ ഒരു റീൽസ് പ്രത്യക്ഷപ്പെടുന്നു. അധികൃതർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ സാധനം വൈറലായി. തമിഴ് ചിത്രം എനിമിയിലെ മാലട്ടംടം എന്ന ഗാനത്തിന്റെ റീൽസിന് കൊച്ചി മെട്രോയിലെ ജീവനക്കാരികൾ ചുവടുവെച്ചാണ് വീഡിയോ പങ്കുവച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീഡിയോയുടെ വ്യൂസ് ലക്ഷങ്ങൾ കടന്നു. മെട്രോയുടെ പ്രചരണാർത്ഥം വന്ന് ഫേസ്ബുക്കിലാണ് വീഡിയോ പങ്കുവച്ചത്. സംഭവം ക്ലിക്കായതോടെ കൂടുതൽ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലേക്ക് മെട്രോ എത്തി. കൊച്ചി മെട്രോയുടെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ജോലിക്കാരും സുഹൃത്തുക്കളുമായ മേരിയും ഷിജിയുമാണ് KMRLന്റെ നിർദ്ദേശപ്രകാരം റീൽസ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഡ്യൂട്ടിക്ക് ശേഷം വെറും അരമണിക്കൂർ കൊണ്ട് നിർമ്മിച്ച വീഡിയോ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വൈറലാവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോധവൽക്കരണത്തിനുൾപ്പെടെ ഇതൊരു നല്ല ആശയമായി അധികൃതർക്ക് തോന്നുകയും കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്തത്. ഇന്ന് എല്ലാ സാമൂഹിക മാധ്യമ പേജുകളിലും സജീവമായി നിൽക്കുന്നതിന് മെട്രോയ്ക്ക് സ്വന്തമായൊരു സോഷ്യൽ മീഡിയ ടീം തന്നെയുണ്ട്. ജീവനക്കാർ തന്നെയാണിത് നയിക്കുന്നത്. ഫേസ്ബുക്കിൽ 5 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് കൊച്ചി മെട്രോയ്ക്കുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ 80,000 ഫോളോവേഴ്സ്. ഇൻസ്റ്റാ കണ്ടന്റ് 40 ലക്ഷത്തോളം പേരിലേക്ക് എത്തുന്നുണ്ടെന്നും കൊച്ചി മെട്രോ അധികൃതർ പറയുന്നു. പാട്ടും ഡാൻസും സ്കിറ്റുമെല്ലാം കോർത്തിണക്കിയാണ് വീഡിയോകൾ. ഇതിൽ വേഷമിടാൻ താല്പര്യമുള്ളവരെ ജീവനക്കാരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ജോലിയെ ബാധിക്കാത്ത രീതിയിലാണ് ചിത്രീകരണം. മെട്രോയുടെ വിവിധ പരിപാടികളും ഓഫറുകളുമെല്ലാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാ ദിവസവും വ്യത്യസ്ത വിഷയങ്ങളിൽ പോസ്റ്റുകളും ഉണ്ടാകും. മെട്രോയുടെ റീൽസിനും സ്റ്റോറിക്കുമെല്ലാം റീച്ച് കൂടിയതോടെയാണ് അഭിനയമോഹികളുടെ സന്ദേശങ്ങൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ തേടിയെത്തി തുടങ്ങിയത്. ദിവസേന നിരവധി പേരാണ് സോഷ്യൽ മീഡിയ പേജിൽ മുഖം കാണിക്കാനായി ഈ അവസരം തേടുന്നത്. ഫോട്ടോയും ബയോഡേറ്റയുമെല്ലാം ഉൾപ്പെടെയാണ് സന്ദേശങ്ങൾ എത്തുന്നത്. എന്നാൽ നിലവിൽ ഈ ആവശ്യത്തോട് കൈമലർത്താനേ സാധിക്കുകയുള്ളൂ എന്നാണ് മെട്രോ അധികൃതർ പറയുന്നത്. മെട്രോയുടെ റീൽസിലും സ്റ്റോറിയിലുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെയും കൊച്ചി മെട്രോ ജീവനക്കാർ തന്നെയാണ്. എന്നാൽ തൽക്കാലം പുറമേ നിന്നുള്ള അപേക്ഷകളൊന്നും പരിഗണിക്കാനാകാത്ത അവസ്ഥയിലാണ് കൊച്ചി മെട്രോ അധികൃതർ. എങ്കിലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പിന്തുണയ്ക്ക് അധികൃതർ നന്ദി പറയുന്നുമുണ്ട്.